കേരളത്തിന്റെ സമകാലീന രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു സാമ്പത്തിക അഴിമതി ആരോപണം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന IT കമ്പനിയും കരിമണൽ കമ്പനിയായ CMRL തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് ഈ കേസിലേക്ക് നയിച്ചത്. കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SFIOയും അന്വേഷിക്കുന്ന ഈ കേസിൽ ഒടുവിൽ വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കനത്ത സുരക്ഷയിൽ കറുത്ത കാറിൽ കൂളായി മടങ്ങുകയും ചെയ്തു. എന്നാൽ ഈ ദൃശ്യം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയൊരു രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ കഥയാണ് തുറന്നു കാട്ടുന്നത്. നേതാക്കളുടെ മക്കൾ ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞ് സുരക്ഷിത താവളങ്ങളിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് കാവലൊരുക്കാനും കേന്ദ്ര ഏജൻസികളെ തടയാനും തെരുവിലിറങ്ങി നിയമം കയ്യിലെടുത്ത പാവ പാർട്ടി അണികൾ ഇപ്പോഴും ജയിലിന്റെ അഴിക്കുള്ളിൽ കിടന്ന് വെന്തുരുകുകയാണ്. CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും ചെയ്യാത്ത സേവനങ്ങൾക്ക് പകരമായി വലിയ തുക മാസപ്പടിയായി കൈപ്പറ്റിയെന്നതാണ് വീണ വിജയനെതിരെയുള്ള പ്രധാന ആരോപണം. ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ഭരണകക്ഷി ശ്രമിച്ചെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ വീണ വിജയൻ എക്സാലോജിക്കും CMRLും തമ്മിൽ സേവന കരാറുകളുടെ രേഖകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതാണ് സൂചന. എന്നാൽ ഈ വിശദീകരണങ്ങൾ അപ്പാടെ വിശ്വസിക്കാൻ ED തയ്യാറായിട്ടില്ല. കേസിലെ ഏറ്റവും നിർണായകമായി വഴിത്തിരിവുണ്ടാകാൻ പോകുന്നത് മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIO ശേഖരിച്ച 134 സുപ്രധാന രേഖകൾ EDക്ക് കൈമാറുന്നതോടെയാണ്. ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, ഇമെയിൽ സന്ദേശങ്ങൾ, മുൻപ് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഈ 134 രേഖകൾ. ഈ രേഖകൾ വിശദമായി വിശകലനം ചെയ്ത ശേഷം വീണ വിജയൻ നൽകിയ മൊഴികളുമായി ഒത്തുനോക്കാനാണ് EDയുടെ തീരുമാനം. ഇതിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കടുത്ത പ്രതിരോധമാണ് ഭരണകക്ഷിയിലെ താഴെത്തട്ടിലുള്ള അണികൾ തീർത്തത്. നേതാവിനെയും കുടുംബത്തെയും സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ വിപ്ലവ ബാധ്യതയാണെന്ന് വിശ്വസിച്ച അണികൾ തെരുവിലിറങ്ങി. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്ക് എത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തലത്തിലേക്ക് വരെ ഈ ആവേശം അതിരു ലംഘിച്ചു. കേന്ദ്ര ഏജൻസികളുടെ വാഹനങ്ങൾ തടയുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കല്ലെറിയുകയും ചെയ്ത സംഭവത്തിൽ നിരവധി പാർട്ടി പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. നിയമം കയ്യിലെടുത്ത ഈ അണികളിൽ പലരും ഇന്ന് റിമാൻഡിലാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ കിരൺ, ഷെഫീഖ്, വൈശാഖ് തുടങ്ങിയ പ്രതികളുടെ ജാമ്യ ഹർജികൾ തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണ്. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ എന്തും കാണാൻ കഴിയുന്ന ഒരു വലിയ ശാപമാണ് അന്ധമായ പാർട്ടി വിധേയത്വം. നേതാക്കൾ എയർ കണ്ടീഷണർ മുറികളിൽ ഇരുന്ന് ആസൂത്രണം ചെയ്യുന്ന തന്ത്രങ്ങൾക്ക് വേണ്ടി വെട്ടാനും കുത്താനും തെരുവിൽ ചോര ചിന്താനും താഴെത്തട്ടിലുള്ള പാവമണികൾ എപ്പോഴും തയ്യാറാകുന്നു. നേതാക്കളുടെ മക്കൾ ഉയർന്ന വിദ്യാഭ്യാസവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുമായി ആഡംബര ജീവിതം നയിക്കുമ്പോൾ സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങളിലെ മക്കളാണ് പാർട്ടിയുടെ കൊടിയും പിടിച്ച് തെരുവിൽ പോലീസിന്റെ ലാത്തി ഏൽക്കുന്നതും ജയിലിൽ പോകുന്നതും. മാസപ്പടി കേസിൽ ശതകോടികളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇവിടെ പ്രത്യയശാസ്ത്രപരമായി യാതൊരു പോരാട്ടവുമില്ല. വ്യക്തിപരമായ ഒരു ബിസിനസ് ഇടപാടിലെ അഴിമതിയാണ് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തത്. എന്നിട്ടും അതിന്റെ പേരിൽ ED ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കാനും ഉദ്യോഗസ്ഥരെ തല്ലാനും പോയ അണികൾ ഇന്ന് സ്വന്തം ജീവിതവും കുടുംബത്തിന്റെ സമാധാനവും ജയിലറയ്ക്കുള്ളിൽ ഹോമിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം മുഖത്ത് കറുത്ത മാസ്കും ധരിച്ച് ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ കറുത്ത കാറിൽ സുരക്ഷിതമായി മടങ്ങിപ്പോയ നേതാവിന്റെ മകൾക്ക് നിയമപരമായ പരിരക്ഷ നൽകാൻ വൻകിട വക്കീലന്മാരുടെ പട തന്നെയുണ്ട്. കോടികൾ ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ വരെ പോയി കേസുകൾ വാദിക്കാൻ അവർക്ക് കെൽപ്പുണ്ട്. എന്നാൽ ഇവർക്ക് വേണ്ടി തെരുവിൽ ആക്രമണം നടത്തി ജയിലിലായ അണികളുടെ അവസ്ഥ എന്താണ്? സാധാരണക്കാരായി അണികൾ ജയിലിലാകുന്നതോടെ അവരുടെ കുടുംബങ്ങളുടെ വരുമാന മാർഗമാണ് അടയുന്നത്. ലോക്കൽ കോടതികളിൽ ജാമ്യത്തിനായി പാവങ്ങൾ ദിവസങ്ങളോളം കാത്തുകെട്ടിരിക്കണം. അവർക്ക് വേണ്ടി വൻകിട വക്കീലന്മാർ ആരും വരാറില്ല. ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നതോടെ ഈ യുവാക്കളുടെ ജോലി സാധ്യതകളും ഭാവിയും എന്നേക്കുമായി ഇരുളടയുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ED ഓഫീസിൽ നിന്നും കൂളായി പുറത്തേക്ക് വന്ന ദൃശ്യം ഒരേ സമയം അധികാരത്തിന്റെ സുരക്ഷിതത്വത്തെയും അണികളുടെ പാവത്വത്തെയും തുറന്നു കാട്ടുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ജനാധിപത്യം പറയുമ്പോഴും രാഷ്ട്രീയത്തിന്റെ മറവിൽ ചിലർ എപ്പോഴും സുരക്ഷിതരായിരിക്കും. ശതകോടികളുടെ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികൾ നൽകുന്ന 134 രേഖകൾ വീണ വിജയന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുമായിരിക്കാം. എന്നാൽ അതിന്റെ പേരിൽ നിയമം കയ്യിലെടുത്ത് ജയിലിലായ പാവമണികളുടെ നഷ്ടപ്പെട്ട ജീവിതം ആര് തിരികെ നൽകുമെന്ന ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രസക്തമായി അവശേഷിക്കും. അണികൾ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഈ കറുത്ത കാറിലെ മണക്കങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.